ക്വസ്റ്റ്യൻ നമ്പർ 12 നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 12 ലിമിറ്റ്സിൽ നിന്നുമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അവിടെ നമുക്ക് ഒരു ലിമിറ്റാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആ ലിമിറ്റിൻ്റെ വാല്യൂ ആൽഫ എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 8 ആൽഫ സ്ക്വയർ ആണ് വേണ്ടത്. എന്തായാലും ശരി, നമുക്ക് ആ ലിമിറ്റ് ഒന്ന് എടുത്തു നോക്കാം. തന്നിരിക്കുന്ന ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ 0 to x എഫ് ഓഫ് ടി ഡി ടി അല്ലേ, ഡിവൈഡഡ് ബൈ ഇ റൈസ് ടു എക്സ് സ്ക്വയർ മൈനസ് 1. ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഞാനവിടെ ഡിനോമിനേറ്റർ നോക്കിയപ്പോൾ ആ ഡിനോമിനേറ്റർ ഇ റൈസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഈ മോഡലാണെന്ന് മനസ്സിലാകുന്നു. എക്സ് 0യിലേക്ക് ടെൻഡ് ചെയ്താൽ ഇ റൈസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സ് 1ലേക്കാണ് ടെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ ലിമിറ്റ്. അപ്പോൾ ഡിനോമിനേറ്ററിനെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ലിമിറ്റിൻ്റെ രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്താൽ അവിടെ 1 എന്ന് ആൻസർ കൊടുക്കാമല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു കാര്യം ചെയ്യുന്നു. ഡിനോമിനേറ്ററിനെയും ന്യൂമറേറ്ററിനെയും ഒരു എക്സ് സ്ക്വയർ കൊണ്ട് ഒന്ന് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇതെന്താകും? ന്യൂമറേറ്ററിനെ എക്സ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അടുത്ത ലൈനിലേക്ക് നമുക്ക് എഴുതാം അല്ലേ. ന്യൂമറേറ്ററിനെ ഈ എക്സ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആ എക്സ് ഉള്ള എക്സ് ക്യാൻസലായി പോകും. ഡിനോമിനേറ്ററിൽ ഒരു എക്സ് ബാലൻസ് വരുമല്ലോ. ന്യൂമറേറ്ററിനെ ഞാൻ എക്സ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ന്യൂമറേറ്ററിലെ ഒരു എക്സും ഞാൻ ഡിവൈഡ് ചെയ്തതിനകത്തെ ഒരു എക്സും തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോയാൽ ഡിനോമിനേറ്ററിൽ ഒരു എക്സ് മാത്രം വരും. ഡിവൈഡഡ് ബൈ, ഇനി ഞാൻ ഡിനോമിനേറ്ററിനെയും ഒരു എക്സ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഒരേ സമയം ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സെയിം ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് കൊണ്ട് ദേ വിൽ ബി നോ ചേഞ്ച് ഇൻ വാല്യൂ. ഉറപ്പല്ലേ? യെസ്. ഇനി നമുക്ക് ലിമിറ്റ് കൊടുക്കാമല്ലോ. ഞാൻ ന്യൂമറേറ്ററിന് ലിമിറ്റ് കൊടുക്കുന്നു. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 to x എഫ് ഓഫ് ടി ഡി ടി ഡിവൈഡഡ് ബൈ എക്സ് ബൈ, ഇനി ഡിനോമിനേറ്ററിന് ലിമിറ്റ് കൊടുത്താൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റൈസ് ടു എക്സ് സ്ക്വയർ മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ. ശരിയാണോ? ഓക്കെ. അപ്പോൾ നമുക്ക് ബാക്കി അടുത്ത പേജിലേക്ക് എഴുതിയാലോ. യെസ്. വിച്ച് ഈസ് ഈക്വൽ ടു, ന്യൂമറേറ്റർ നോക്കി, ഡിനോമിനേറ്ററിൻ്റെ ലിമിറ്റ് എനിക്ക് 1 എന്ന് തന്നെ കൊടുക്കാം അല്ലേ. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റ് 1 ആണ്. ഓക്കെ, അപ്പോൾ അത് 1 ആയി. ഇനി നമുക്ക് ന്യൂമറേറ്ററിലേക്ക് പോയാലോ. ന്യൂമറേറ്ററിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എന്നാണ്. അപ്പോൾ എക്സിന് 0 എന്ന് കൊടുക്കുകയല്ലേ നമ്മുടെ ബേസിക് മെത്തേഡ് എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾ എക്സിന് 0 എന്ന് കൊടുത്താൽ അവിടെ നോക്കി, ദാ ഈ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് അല്ലേ. അപ്പം നമുക്ക് ഒന്നുകൂടി അതിനെ എടുത്തെഴുതാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇൻ്റഗ്രൽ 0 to x എഫ് ഓഫ് ടി ഡി ടി ഡിവൈഡഡ് ബൈ എക്സ്. ഡിനോമിനേറ്റർ 1 ആയിട്ട് മാറിയിട്ടുണ്ട്, അത് ഞാൻ പിന്നെ എഴുതിയിട്ടില്ല അല്ലേ. യെസ്. അപ്പോൾ ഇനി നമുക്ക് എക്സിന് 0 എന്ന് കൊടുത്ത് നോക്കാം. എക്സിന് 0 എന്ന് കൊടുത്താൽ ന്യൂമറേറ്റർ എന്താകും? ഇൻ്റഗ്രൽ 0 to 0 എഫ് ഓഫ് ടി ഡി ടി എന്നാകും. ശരിയല്ലേ? നമുക്കറിയാം ഇൻ്റഗ്രൽ എ ടു എ എന്ന് പറയുന്നത് 0 അല്ലേ. അപ്പോൾ ന്യൂമറേറ്റർ 0 ആകും. എക്സിന് 0 കൊടുത്താൽ ഡിനോമിനേറ്ററും 0 ആകില്ലേ. ചുരുക്കി പറഞ്ഞാൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ 0/0യിലേക്കല്ലേ നമ്മളെ കൊണ്ടുപോവുക. നമുക്കറിയാം അങ്ങനെ 0/0യിലേക്ക് വന്നാൽ എൽ ഹോസ്പിറ്റൽ റൂൾ അല്ലേ നമുക്കവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. എന്താ എൽ ഹോസ്പിറ്റൽ റൂൾ എന്ന് പറയുന്നത്? ഞാൻ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും എന്ത് ചെയ്യുന്നു? ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, എന്നിട്ട് വീണ്ടും ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഞാൻ ന്യൂമറേറ്ററിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ന്യൂമറേറ്ററിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിന് ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ ലെബനിറ്റ്സ് റൂൾ അല്ലേ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അതായത് അപ്പർ ലിമിറ്റ് എടുത്ത് ടിക്ക് പകരം കൊടുക്കുക, ഇൻറ്റു അപ്പർ ലിമിറ്റിൻ്റെ ഡെറിവേറ്റീവ്, മൈനസ് ലോവർ ലിമിറ്റ് എടുത്ത് ടിക്ക് കൊടുക്കുക, ഇൻറ്റു ലോവർ ലിമിറ്റിൻ്റെ ഡെറിവേറ്റീവ്. ലോവർ ലിമിറ്റ് ഒരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഡെറിവേറ്റീവ് 0 ആയി പോകില്ലേ. ഇനി നമുക്ക് ഡിനോമിനേറ്ററിലേക്ക് വരാം. ഡിനോമിനേറ്ററിൽ ഡെറിവേറ്റീവ് എടുത്താൽ 1 എന്നല്ലേ എനിക്ക് കിട്ടുക. വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് എന്ന് മാത്രം വരില്ലേ, ബാക്കി 0 ആയിട്ട് മാറില്ലേ. യെസ്. അതായത് ഇനി നമുക്ക് എക്സിന് ഡയറക്റ്റ് ആയിട്ട് എന്ത് കൊടുക്കാം? 0 കൊടുക്കാം അല്ലേ. എക്സിന് 0 കൊടുത്താൽ ഇത് എഫ് ഓഫ് 0 ആയിട്ട് മാറും. എഫ് ഓഫ് 0 നമുക്ക് തന്നിട്ടുണ്ട് 1/2 ആണല്ലോ. അപ്പോൾ എഫ് ഓഫ് 0 ഈസ് ഈക്വൽ ടു 1/2 എന്ന് വരും അല്ലേ. പക്ഷേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? 8 ആൽഫ സ്ക്വയർ ആണ്. ഈ ലിമിറ്റിനെ ആൽഫ എന്നല്ലേ നമ്മൾ പേരിട്ട് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ആൽഫ 1/2 ആണ്. സോ 8 ആൽഫ സ്ക്വയർ ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു 1/2 സ്ക്വയർ, അതായത് 2 അല്ലേ ഫൈനൽ ആൻസർ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. സോ ഫൈനൽ ആൻസർ ഇസ് ഈക്വൽ ടു 2. ഓക്കെ.